ജീസസ് ക്രൈസ്റ്റ് വന്നിരിക്കുന്നത് യഹൂദൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഒത്തിരിയേറെ വാക്യങ്ങൾ ബൈബിളിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അതുകൂടെ വായിച്ചാൽ മാത്രമേ ആർക്കാണ് രക്ഷ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത കിട്ടത്തുള്ളൂ. ആദ്യം വായിക്കേണ്ടത് മത്തായി സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം. ജീസസ് ക്രൈസ്റ്റ് പറയുന്നു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ജീസസ് തന്നെക്കുറിച്ച്, തൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച്, തൻ്റെ മിഷനെക്കുറിച്ച് പറയുവാണ്, എന്നെ അയച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യേശുവിൽ നിന്ന് കേട്ട് പഠിച്ചതിന് ശേഷം അപ്പോസ്തലന്മാർ സംസാരിക്കുന്ന സമയത്ത്, അതാണല്ലോ ആധികാരികത. ജീസസ് സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം, അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് മനസ്സിലാക്കണം. കാരണം പുതിയ നിയമത്തിനകത്ത് യേശുവിൻ്റെ ആദർശങ്ങളും ശിഷ്യന്മാരുടെ ആദർശങ്ങളുമാണ് ബൈബിൾ പുതിയ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ശിഷ്യന്മാരെന്താ പറഞ്ഞത് ജീസസിനെ കുറിച്ച്? നമുക്ക് ആദ്യത്തെ വാക്യം നോക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. ഇസ്രായേലിന് മാനസാന്തരവും, അപ്പോൾ മാനസാന്തരം ആർക്കാ വേണ്ടത്? ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും. അപ്പോൾ ആർക്കാ പാപമോചനം വേണ്ടത്? ഇസ്രായേലിന്. അപ്പോൾ ഇസ്രായേലിനാണ് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ, ആരെ? യേശുക്രിസ്തുവിനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കടുത്ത 13-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അപ്പോസ്തല പ്രവൃത്തികൾ 13-26 പറയുന്നത് എങ്ങനെയാണ്? സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തരായുമുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വാക്യം. ഇപ്പം നമ്മൾ 4 വാക്യം വായിച്ചു. ഇനി അടുത്ത 5-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 28-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തം ആകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. അപ്പോസ്തലന്മാരെല്ലാം യേശുവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ആ സാമ്രാജ്യത്തിനകത്ത്, ആ രാജ്യത്തിനകത്ത്, ആ ട്രൈബ്സിന് വേണ്ടി, 12 ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യേശുവിലൂടെയുള്ള രക്ഷാകര പദ്ധതി എന്നുള്ളത് ഈ വാക്യങ്ങളെല്ലാം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയും വാക്യങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് ലേഖന ഭാഗത്തിനകത്തുനിന്നുണ്ടാകും.